അമേരിക്കയുടെ കുവൈത്തിലുള്ള ബോഹ്റിംഗ് എന്നറിയപ്പെടുന്ന എയർബേസിൽ അതിശക്തമായ ഇറാന്റെ ആക്രമണത്തിലൂടെ അമേരിക്കയുടെ ധാരാളം ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ അടക്കം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ MQ-9 റീപ്പർ ഇതിന്റെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കുവൈത്തിലുള്ള ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. യാ ഷഅബൽ കുവൈത്ത് അഷ്ശരീഫ് വൽ കരീം, ഉദാരമതികളും നല്ലവരുമായ കുവൈത്തിലെ ജനങ്ങളെ, ഇഖ്വാനുകും ഫിൽ ഹർസി സൗരി അൽ ഇസ്ലാമി ഖദ് ഇസ്തഹ്ദഫു വദമ്മറു മുസ്തൗദഅൻ കബീറൻ ലിൽ മുഅദ്ദാത്തിൽ അസ്കരിയ, സൈനിക സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ ഒരു ആയുധ സ്റ്റോറേജ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ലക്ഷ്യം വെക്കുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ അമേരിക്കയുടെ പാട്രിയറ്റ് സിസ്റ്റങ്ങളും തകർത്തിരിക്കുകയാണ്. അതുപോലെ അലി സാലിം എയർബേസിലുള്ള ഡ്രോൺ MQ-9 ഡ്രോൺ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഡ്രോൺ സംവിധാനം ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനികരുടെ ബറാക്കിൽ, അവരുടെ സംഗമിക്കുന്ന കേന്ദ്രങ്ങളിൽ അതുപോലെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതുപോലെ കുവൈത്തിലുള്ള ബോഹ്റിംഗ് മിലിറ്ററി ക്യാമ്പിൽ അവിടെയുള്ള ഹെലികോപ്റ്ററുകളുടെ സ്റ്റോറേജിൽ ആക്രമണം നടന്നിരിക്കുന്നു. അതിൽ ധാരാളം അമേരിക്കൻ സൈനികർ മരണപ്പെടുകയോ അതുപോലെ തന്നെ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രൂപത്തിൽ ഡ്രോണുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഈ ക്യാമ്പ് പ്രധാനമായും അപ്പാച്ചി, അതുപോലെ ചിനൂക്ക്, ബ്ലോക്ക് ഹോക്ക് തുടങ്ങിയ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററുകൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ്. കുവൈത്തിൽ നിന്ന്, ഇറാഖിന്റെ ബോർഡറിൽ നിന്നും ഏകദേശം കുവൈത്തിനുള്ളിൽ ഒരു 40 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ശക്തമായ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുവൈത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് നൽകിയ ഒരു സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ ഈ രൂപത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെ സംവിധാനങ്ങൾ, ഇറാന്റെ പരിസരങ്ങളിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇറാൻ കത്തിച്ചു കളയുകയാണ്, ചാമ്പലാക്കി കളയുകയാണ്.